പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇരുചക്ര വാഹനം കുഴിയിൽപ്പെട്ട് യുവതിക്ക് ദാരുണാന്ത്യം. പഴനിയാർ പാളയം ലൈബ്രറി സ്ട്രീറ്റിൽ ജയന്തി മാർട്ടിനാണ് മരിച്ചത്. വാഹനത്തിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു. വിവരങ്ങൾ ഗോകുൽ VS നൽകും. ഗോകുൽ, ഇങ്ങനെ നിരത്തിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണം കൂടുകയാണ്. കുഴിയിൽ വീണാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴായിരുന്നു മരണം? എന്താണ് ഉണ്ടായത്? ഇന്ന് രാത്രി 9 മണിക്കാണ് ഈ സംഭവം ഉണ്ടായത്. റോഡിലൂടെ കുഴിയിൽ വീണ ഒരു യുവതിക്ക് ദാരുണാന്ത്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് ഇരുചക്രം ഓടിച്ചു വരികയായിരുന്ന യുവതി ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ കുഴിയിൽപ്പെടുകയും വാഹനത്തിന്റെ നിയന്ത്രണം തെറ്റി ലോറിയുടെ അടിയിലേക്ക് വീഴുകയുമാണ് ചെയ്തത്. കരുവപ്പാറ സെന്റ് പോൾ സ്കൂളിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. പഴനിയാർ പാളയം ലൈബ്രറി സ്ട്രീറ്റിൽ ജയന്തി മാർട്ടിൻ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ജീവൻ നഷ്ടമായത്. 37 വയസ്സാണ് ആ പ്രായം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇവർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഗൂഗിൾ, ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അത്യാവശ്യം വലിയൊരു കുഴിയാണ്. എത്ര കാലമായി റോഡ് ഇങ്ങനെ തന്നെ കിടക്കുന്നു? അത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇത് പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകുന്ന ഒരു പ്രധാന പാതയാണ്. അത് അവിടെയുള്ള ഒരു പ്രധാന പാതയിലാണ് ഇത്തരത്തിൽ കുഴി ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര നാളായി കുഴി അവിടെ ഉണ്ട് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല. വളരെ പ്രധാനപ്പെട്ട പാതയിൽ ഇത്ര വലിയൊരു കുഴി ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല, അല്ലെങ്കിൽ അത് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ല? ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അതിന് മുമ്പിൽ ഒരു കല്ല് വെക്കുകയോ അല്ലെങ്കിൽ ഒരു റിബൺ കെട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഒരു അനാസ്ഥ എത്തിച്ചിരിക്കുന്നത്. ഗോകുൽ, തീർച്ചയായും ആ ഒരു വലിയ അനാസ്ഥ തന്നെ എന്ന് പറയേണ്ടി വരും. കാരണം നമുക്ക് ആ ചിത്രം കാണുമ്പോൾ അറിയാം എത്ര വലിയ കുഴിയാണ് റോഡിന് സമീപം ഇത്തരത്തിൽ രൂപപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഈ ചിത്രങ്ങൾ തന്നെ വ്യക്തമാണ്. അത് സ്വാഭാവികമായി പ്രധാന പാതയിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇരുചക്ര വാഹനങ്ങളെയാണെന്നുള്ളത് നമ്മൾ എടുത്തു കാണേണ്ടതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പ്രധാന പാതയാകുമ്പോൾ നിരവധി വാഹനങ്ങൾ പോകും. പ്രത്യേകിച്ചും ഇരുചക്ര വാഹനങ്ങൾ ഇതിൽപ്പെട്ട് നിയന്ത്രണം തെറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്നുള്ളത് ആർക്കായാലും ഊഹിക്കാവുന്ന കാര്യമാണ്. ഇത്തരത്തിൽ പ്രധാന പാതയിൽ ഇത്തരം കുഴികൾ അടയ്ക്കേണ്ടതും വളരെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ പ്രധാന പാതയിൽ കുഴി അടക്കൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. അതിനെ തുടർന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി വന്നിരിക്കുന്നു. തീർച്ചയായും പാലക്കാട് കൊഴിഞ്ഞാമ്പാറ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് റോഡിൽ ഇത്ര വലിയൊരു കുഴിയുള്ളത്. അത് അടയ്ക്കാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. എത്ര കാലത്തോളം ഈ കുഴി അവിടെ കിടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതുണ്ട്. എന്തായാലും ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് ഈ ഒരു വലിയ അനാസ്ഥ എത്തിച്ചിരിക്കുന്നത്. ഗൂഗിൾ VS ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.